അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം യൂണിറ്റിലെ രണ്ടാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. അൽ ജാമിഅത്തു ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ. ഇവിടെ താരിഖു തഅലീമുൽ ആലി ഫിൽ ഹിന്ദി, ഹിന്ദിയിലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ചരിത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, കഴിഞ്ഞൊരു 1000 വർഷങ്ങളിൽ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ ഇന്ന് കാണുന്നതിന് വിപരീതമായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ പ്രധാനമായും വിജ്ഞാനങ്ങൾ അഥവാ ഹൈന്ദവ അല്ലെങ്കിൽ മതകീയമായിട്ടുള്ള വിജ്ഞാനങ്ങൾ എന്താണ് വ്യാപിപ്പിക്കാനും അത് പഠിപ്പിക്കാനൊക്കെയായിരുന്നു യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പുരാണമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഏകദേശം 5-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ കാലത്തായിരുന്നു. ആ ഒരു കാലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ലോകത്ത് തന്നെ ബുദ്ധ വിജ്ഞാനങ്ങളെ പഠിക്കാനുള്ള ഒരു കേന്ദ്രമായിരുന്നു ഈ നളന്ദ യൂണിവേഴ്സിറ്റി. അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ, അതാണെങ്കിൽ ടിബറ്റിൽ നിന്നും ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നൊക്കെ ഒരുപാട് നാടുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ വന്നിരുന്നു. അതുപോലെ ലോക പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ. പിന്നീട് മുസ്ലിം രാജാക്കന്മാർ വന്ന സമയത്ത് വേറൊരു രീതിയിലുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് അവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. മദ്രസകളിലൂടെ ദീനീയായിട്ടുള്ള ഇൽമുകളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഇൽമുകളും ഒരുമിച്ച് നൽകാൻ തുടങ്ങി. ഇന്ന് കാണുന്ന മദ്രസകൾക്കൊക്കെ എതിരായിട്ട്, ഇസ്ലാമിക് സ്ഥാപനങ്ങൾക്കൊക്കെ എതിരായിട്ട് അവിടെ ഈ അന്നുണ്ടായിരുന്ന ആ ഒരു മദ്രസകളിൽ ഇസ്ലാമി ആയിട്ടുള്ള അറബി ആയിട്ടുള്ള ഇൽമുകൾ നൽകുന്നതോടുകൂടെ തന്നെ ഫിലോസഫിക് ആയിട്ടുള്ള അതുപോലെ തന്നെ അന്ന് പോപ്പുലറായിരുന്ന എല്ലാ വിജ്ഞാനങ്ങളും ആ മദ്രസകളിൽ നൽകി പോന്നിരുന്നു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഇന്ന് നാം കാണുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് പൂർണ്ണമായും അടങ്ങുന്നത് ആ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അഥവാ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാണ് ഇന്ന് നമ്മൾ പിന്തുടർന്ന് പോകുന്നത്. അന്ന് കാലത്ത് അവരുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള കോളനിവൽക്കരണത്തിൻ്റെ ഒരു ടൂളായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ കോളേജുകളെ യൂണിവേഴ്സിറ്റികളെ ഉപയോഗിച്ചിരുന്നത്. അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ഷിർക്കത്തുൽ ഹിന്ദ് ഷർക്കിയ എന്ന് പറയും, ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഖേന നല്ല രീതിയിൽ അവരുടെ ഹയർ എഡ്യൂക്കേഷനിൽ കോളനിവൽക്കരിക്കാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യമായിട്ട് സ്ഥാപിച്ച സ്ഥാപനമാണ്, കോളേജാണ് ഏത് കുല്ലിയത്തു കൊൽക്കത്ത, മദ്രസ കൊൽക്കത്ത 1781 അവർ സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം 1784 ജംഇയ്യത്തുൽ ആസിവിയ്യ ലിൽ ബംഗാൾ അഥവാ ബംഗാൾ ഏഷ്യൻ സൊസൈറ്റി അവർ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1791 കുല്ലിയത്തു ബനാറസ് സംസ്കൃതിയെ നിർമ്മിക്കുന്നുണ്ട്. 1800 കുല്ലിയത്തു ഫോർട്ട് വില്യം നിർമ്മിക്കുന്നുണ്ട്. 1813 ബ്രിട്ടീഷ് ഭരണകൂടം ഇറക്കിയിട്ടുള്ള ഒരു നിയമം അനുസരിച്ച് ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസം അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാധ്യതയായിട്ട് അവർ കണ്ടു. അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു നിയമം ഇറക്കി. ആ നിയമം ഇറക്കിയതോടുകൂടെ ഇവർക്ക് ഇന്ത്യയിൽ മിഷനറി പ്രവർത്തനങ്ങൾ നടത്താനുള്ള അതിൻ്റെ മേലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും എടുക്കപ്പെട്ടു. അഥവാ വിദ്യാഭ്യാസം അവരുടെ ചുമതലയായതുകൊണ്ട് ഇവർക്ക് എല്ലാ മിഷനറി പ്രവർത്തനങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് 1818 സ്ഥാപിച്ച സ്ഥാപനമാണ് ശ്രീരാംപൂർ ഇഞ്ചലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1835 ലോർഡ് മാർക്കോള എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ ഈ കിഴക്കൻ സംസ്കാരത്തിൽ വെസ്റ്റേൺ രീതിയിലുള്ള ആ ഒരു വെസ്റ്റേൺ സിസ്റ്റം ആ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ പാഠ്യ പദ്ധതികളും അതുപോലെ തന്നെ പുതിയ പഠന രീതികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിയമം അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം 1857 ആയപ്പോഴേക്കും ഇന്ത്യയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ബോംബെയിലും അതുപോലെ തന്നെ കൊൽക്കത്ത, അതേപോലെ തന്നെ മദാരിസു തഷീനിയ ഈ സ്ഥലങ്ങളിലൊക്കെ ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളും 3 യൂണിവേഴ്സിറ്റികളും വന്നു. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ലണ്ടൻ യൂണിവേഴ്സിറ്റികളുടെ മാതൃകയിലായിരുന്നു ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസുമായിരുന്നു ഇവിടെ പഠിപ്പിച്ചിരുന്നത്. 1935 നമ്മൾ ഇന്ത്യൻ ഭരണകൂടം, ഇന്ത്യയുടെ അന്നത്തെ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടം അന്ന് ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. ആ നിയമം കൊണ്ടുവരുന്നതിലെ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1935 അഥവാ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ആ ഒരു സമയത്ത് ആ നിയമം കൊണ്ടുവരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അതിൻ്റെ അല്ലെങ്കിൽ ഭാഗികമായിട്ട് അതിൻ്റെ ആധിപത്യം അത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ്റെ അടുക്കലേക്ക് വന്നു. അതുമുതലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ഇന്ത്യൻ ക്യാരക്ടർ ഉൾക്കൊള്ളാൻ തുടങ്ങുന്നത്.
പിന്നീട് അങ്ങോട്ട് കൂടുതൽ ജോലിപരമായിട്ടുള്ള അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള എഡ്യൂക്കേഷന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും ഒരുപാട് നടന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഏകദേശം 20 യൂണിവേഴ്സിറ്റികളും 496 കോളേജുകളും 2,41,369 വിദ്യാർത്ഥികളുമായിരുന്നു അവിടെ ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷനിൽ പഠിച്ചുകൊണ്ടിരുന്നത്. 1948 നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ, ഹയർ എഡ്യൂക്കേഷനെ ഒന്നും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് UGC നമ്മുടെ ഭരണകൂടം നിലവിൽ കൊണ്ടുവരുന്നത്. UGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജനത്തു താലീമുൽ ജാമിഈ എന്നാണ് ഇതിൻ്റെ അറബി വരുന്നത്. ലജനത്തു താലീമി ജാമിഈ UGCയെ കൊണ്ടുവരുന്നു. പിന്നീടുള്ള 1960, 1970 കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഈ ഹയർ എഡ്യൂക്കേഷനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് ഗവൺമെൻറ് കോളേജുകൾ ഉണ്ടാക്കുന്നതിനപ്പുറം ഒരുപാട് പ്രൈവറ്റ് കോളേജുകൾക്ക് തന്നെ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യലായിട്ടുള്ള സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട്, സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് 1980 വരെ ഈ തരത്തിലുള്ള ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഉള്ള അഥവാ കൂടുതൽ ലാംഗ്വേജുകൾക്കും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും പ്രാധാന്യം കൊടുക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം തുടർന്ന് പോരുകയുണ്ടായി. പിന്നീടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ഈ ലാംഗ്വേജും അതൊന്നല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികൾ പിന്നീടായിരുന്നു വരുന്നത്. ഏതുപോലെ IIT പോലെ അറബി ആയിട്ടുള്ളത് അൽ മുആഹദുൽ ഹിന്ദിയത്തുൽ ടെക്നോളജിയ, IIT എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുല്ലിയാത്തുൽ ഹന്തസ്തുൽ ഇക്ലീമിയ റീജിയണൽ എഡ്യൂക്കേഷൻ കോളേജുകൾ, അതുപോലെ തന്നെ അൽ മുആഹദുൽ ഹിന്ദിയത്തു ലിൽ ഇദാറ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വൊക്കേഷണൽ ആയിട്ടുള്ള അഥവാ ജോലി സംബന്ധമായിട്ടുള്ള നമ്മൾ നേരത്തെ ബ്രിട്ടീഷ് പഠന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ പിന്നീടാണ് വരുന്നത്. പ്രധാനമായിട്ടും US-ലൊക്കെ ഉണ്ടായിരുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോറിൻ ഫണ്ടുകളും നമുക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് 80-കൾക്ക് ശേഷം ഗ്ലോബൽ എക്കണോമിക് സാഹചര്യം തന്നെ മാറി മറിഞ്ഞ ഒരു സമയത്ത്, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ഒക്കെ വളരെയധികം നല്ല രീതിയിൽ ഉയർന്നു വരിക, ഒരുപാട് മിഡിൽ ക്ലാസ് ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഈ ഗവൺമെൻറ്റിന് അവരുടെ ഫണ്ട് ചെലവഴിക്കുന്നതിൽ ഉണ്ടായിരുന്ന ഒരു പ്രഷർ അത് അധികരിച്ചു. ആ ഒരു സമയത്ത് നമ്മുടെ ഒരുപാട് ഗവൺമെൻറ് ഫണ്ട് ചെയ്തിരുന്ന ഒരുപാട് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരുപാട് കോളേജുകൾക്ക് അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം ഗവൺമെൻറ്റിന് കൂടുതൽ ഫണ്ട് ചെലവഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടുതൽ പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടറുകൾ അധികരിച്ചു വരുന്നത്, ഒരുപാട് പ്രൈവറ്റ് കോളേജുകളും യൂണിവേഴ്സിറ്റികളും അധികരിച്ചു വരുന്നത്. 1920 പുതിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നുണ്ട്. ആ പോളിസിയിൽ സിയാസത്ത് എന്നാണ് പോളിസിക്ക് പറയാം. ആ പോളിസിയിൽ പ്രധാനമായിട്ടും താലിമു ഷുമൂലി അൽ മുത്തകാമിൽ, കൂടുതൽ ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലാണ് പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ തൗത്തീനു താലീം, നമ്മുടെ ഈ പഠന സിസ്റ്റത്തെ കൂടുതൽ നമ്മുടെ പ്രാദേശികവൽക്കരിക്കുക. അതുപോലെ തന്നെ തദാഹുൽ മാറഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ ഡിസിപ്ലിനറിയാണ്, ഇൻ്റർ ഡിസിപ്ലിനറി പഠന രീതിയെ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ തദാഹുൽ തഹസുസാത്ത്, ഇത് സ്പെഷ്യലൈസേഷൻ പഠന രീതിയാണ്, അതിനെയും പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ തഅദുദിയത്തുൽ മാരിഫിയ, മൾട്ടി ഡിസിപ്ലിനറിയാണ്, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അഥവാ ഒന്നിലധികം വിഷയങ്ങൾ കൂടി കലരാതെ ഓരോന്നോരോന്നായി വേറിട്ട് പഠിപ്പിക്കുന്നതിനാണ് മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ താലീമുൽ മിഹ്നി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ സൊസൈറ്റിക്ക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പഠനത്തെ കൂടുതൽ ബന്ധിപ്പിക്കുക. അതുപോലെ തന്നെ തദ്വീരു താലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഠന രീതിയെ കൂടുതൽ ആഗോളവൽക്കരിക്കുക, ഇൻ്റർനാഷണലാക്കി മാറ്റുക. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങളായിരുന്നു, പോളിസികളായിരുന്നു 2020 ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്ന് രാജ്യത്ത് 1043 യൂണിവേഴ്സിറ്റികളും, അതിൽ പ്രൈവറ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതേപോലെ തന്നെ 42,343 കോളേജുകളും 11,779 പ്രൈവറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ന് രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് നാം ഈ പഠിച്ച ഭാഗത്തിൻ്റെ ഒരു സംഭാഷണ രൂപമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ പ്രത്യേകിച്ച് കൂടുതൽ പോയിൻ്റ് ആയിട്ടുള്ള ഒന്ന്, ഈ നളന്ദ യൂണിവേഴ്സിറ്റി ഏകദേശം 8 നൂറ്റാണ്ടോളം നിലനിൽക്കുന്നുണ്ട്. പിന്നീട് 2010 നളന്ദ യൂണിവേഴ്സിറ്റി ഒരു മോഡേൺ യൂണിവേഴ്സിറ്റി ആയിട്ട് ഇന്നുള്ള പ്രാദേശിക നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളൊക്കെ ഉള്ള അതിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മോഡേൺ യൂണിവേഴ്സിറ്റി ആയിട്ട് നളന്ദ യൂണിവേഴ്സിറ്റിയെ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്.
അതാണ് അവിടെ ആ ഒരു ഡയലോഗിൽ പ്രധാനമായിട്ട് പുറത്തുനിന്നുള്ളൊരു പോയിന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചത് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയായിരുന്നു തുടക്കകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം? ഇന്ത്യയിൽ ആദ്യകാലത്ത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5-ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന നളന്ദ യൂണിവേഴ്സിറ്റിയാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി. എങ്കിലും ആ യൂണിവേഴ്സിറ്റിയൊക്കെ കൂടുതൽ വേദിക്കായിട്ടുള്ള മതകീയമായിട്ടുള്ള ബുദ്ധിസം പ്രചരിപ്പിക്കാനുള്ള യൂണിവേഴ്സിറ്റികളായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടെ വരുന്നിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തേതായിട്ടുള്ളത്, എങ്ങനെയായിരുന്നു പഴയ കാലത്തുള്ള വിദ്യാഭ്യാസം? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ കാര്യം, അതുപോലെ തന്നെ പിന്നീട് മുസ്ലിം രാജാക്കന്മാർ വന്ന സമയത്തുള്ള കാര്യം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് കൂട്ടി എഴുതാൻ കഴിയും. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത്, എങ്ങനെയായിരുന്നു മുസ്ലിം രാജാക്കന്മാരൊക്കെ വരുന്ന സമയത്തുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് നമുക്കറിയാം അവിടെ ഒരു മദ്രസകളിൽ എന്താണ് ദീനിയും അതേപോലെ തന്നെ ഭൗതികവുമായിട്ടുള്ള രണ്ട് രീതിയിലുള്ള മതീയായിട്ടുള്ളതും അതുപോലെ തന്നെ ദീനിയുമായിട്ടുള്ള രണ്ട് എൽമകളും സമന്വയിപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബ്രിട്ടീഷ് കോളനിവൽക്കരത്തിന് താഴെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് അധികാരത്തിന് താഴെ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു? അത് കൂടുതൽ ലാംഗ്വേജിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. അതുപോലെ അതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു ആധിപത്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ അതിലൂടെ കൂടുതൽ ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്താണ് എത്ര യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എത്ര യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഏകദേശം 1043 യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ കൂട്ടിയിട്ട്. അതേപോലെ തന്നെ അവിടെ നമ്മൾ എത്ര കുട്ടികളുണ്ട് അതേപോലെ എത്ര കോളേജുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏകദേശം 42,343 കോളേജുകളും 11,779 സ്വതന്ത്ര സ്ഥാപനങ്ങളും ഇന്ത്യയിൽ 2020 കണക്കനുസരിച്ചുണ്ട്. പിന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ നോക്കാം. യുഅ്തഖദു അന്നൽ ഹിന്ദ കാന ലദൈഹ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ തുഅ്തബറു ജാമിഅത്തു നളന്ദ, അവിടെ തുഅ്തബറു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ വസ്തമറത് ഹത്തൽ കർണ സാനിയ അഷറ മീലാദി വക്കാനത്തിൽ ജാമിഅത്തു മർക്കസ, അവിടെ വക്കാനത്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ നോക്കുകയാണെങ്കിൽ അവിടെ വഗൈറുഹാമിയൽ ബുൽദാൻ എന്ന് കഴിഞ്ഞതിന് ശേഷം വൻതശറത്ത് സിയത്തുഹ ഫിൽ ആലം, അവിടെ വൻതശറത്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അഞ്ചാമത്തെ നോക്കുകയാണെങ്കിൽ ലിയാം 1935 അല്ലദി നഖല മസീദൻ, അല്ലദി നഖല എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ളത്. പിന്നീട് അടുത്തതായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ അൽഫാദുകളുടെ മാന അടിച്ച് പഠിച്ചു വെക്കലാണ്. ജുംല ഉണ്ടാക്കാൻ വരാറുണ്ട്. മർക്കസുൻ ആലമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗോള കേന്ദ്രം, ഗ്ലോബൽ സെൻറ്റർ. അതേപോലെ തന്നെ ഇൻതശറ സ്വൈത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശസ്തി വ്യാപിച്ചു. അതുപോലെ തന്നെ സൽത്തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടം എന്നുള്ള അർത്ഥമാണ്. സൈത്തറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധിപത്യം. അതേപോലെ തന്നെ നളാമുൻ ഫഅൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്നുള്ളതാണ്. അടുത്തത് റീറൈറ്റ് ചെയ്യാനുള്ളതാണ്. അതിനുശേഷം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ടു അറബി, അറബി ടു ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ സാധാരണ വരാറില്ല. പിന്നീട് കുറച്ചുകൂടെ അൽഫാദുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മാന കൂടെ നമ്മൾ നോക്കി വെക്കണം. ഇഅ്തഖദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ വഫദ യഫീദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം ചെയ്യുക. ഇൻതശറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപിക്കുക, പരക്കുക എന്നുള്ള അർത്ഥമാണ്. റജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടങ്ങുക. ഇസ്തഖ്ദമ സേവനം ചെയ്യുക. നഫദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുക, അങ്ങനെ ഒരു മാനിയാണ് കാണുന്നത്. അതേപോലെ തന്നെ അഅലന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കുക, അനൗൺസ് ചെയ്യുക. അസാല നീക്കുക. അദ്ഖല പ്രവേശിപ്പിക്കുക, ഉൾപ്പെടുത്തുക. അൻഷ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, സ്ഥാപിക്കുക എന്നുള്ള അർത്ഥമൊക്കെയാണുള്ളത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ കുറച്ച് ശരിയും തെറ്റും നോക്കാനുള്ളതാണ്. ഒന്നാമത്തേത് തെറ്റാണെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ 10,000 വർഷങ്ങൾക്ക് മുമ്പേ എന്ന് പറയുന്നുണ്ട്. 10,000 വർഷമല്ല, 1000 വർഷമാണുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തേലും തെറ്റുണ്ട്. കാരണം രണ്ടാമത്തേൽ അവിടെ കൊടുത്തിട്ടുള്ളത് വസ്തമറത്ത്, ആ നളന്ദ യൂണിവേഴ്സിറ്റി നിലനിന്നു 9ാം കർണ താസിയ ആഷറ, 19ാം നൂറ്റാണ്ട് വരെ നിലനിന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. 19ാം നൂറ്റാണ്ട് വരെ അല്ല, 12ാം നൂറ്റാണ്ട് വരെ അത് നിലനിന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ മൂന്നാമത്തേതിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, ശരിയാണ്. നാലാമത്തേത് വഫി ആമി 1735 ലോർഡ് മക്കോള ആ ഒരു നിയമം ഇറക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നുള്ളത്. പക്ഷേ അത് തെറ്റാണ്. കാരണം 1835 മക്കോള ആ നിയമം ഇറക്കുന്നത്. അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആ ഒരു നിയമം ഇറക്കുന്നത്. പിന്നീട് അഞ്ചാമത്തേതായിട്ടുള്ളത് ജാമിയ, നമ്മുടെ
നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളൊക്കെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയോട് അതിൻ്റെ ഒരു ഡിസൈനിലാണ്, അതിൻ്റെ ഒരു മാതൃകയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നത് തെറ്റാണ്. മറിച്ച് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നോക്കിയിട്ടാണ്, ഹാർവേഡ് എന്നവിടെ പ്രത്യേകം നോക്കിയിട്ടില്ല. അപ്പോൾ 5-മത്തും തെറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്നുള്ളത്. ആ ഒരു ചരിത്രത്തിൻ്റെ ഒരു കറക്റ്റ് ഓർഡർ മനസ്സിലാക്കി വെക്കുക. ആദ്യം നളന്ദ പോലെ, പിന്നീട് മുസ്ലിം രാജാക്കന്മാർ, പിന്നീട് ബ്രിട്ടൻ, പിന്നീട് ബ്രിട്ടൻ കോളനി വൽക്കരണത്തിന് താഴെയുള്ളത്, പിന്നീട് അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അത്രേ കാര്യങ്ങൾ ഇതിന് പഠിക്കാനുള്ളൂ. സിമ്പിളായിട്ട് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതിയാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.